സേവനത്തിനായി ഞാൻ വളരെ നന്ദി അറിയിക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ പഞ്ചാബിൽ കർത്താവിന്റെ വേലയിലായി കർത്താവ് സഹായിച്ചു. 100 കണക്കിന് സഭകൾ ദൈവം എഴുന്നേൽപ്പാനിട്ടിടയായി. അതിനുശേഷം പഞ്ചാബിലെ ശിശുക്കളെ വേർപെട്ടിരിക്കുന്ന വേളയിൽ രാത്രി വാസത്തിരിക്കുന്ന വേളയിൽ ഉള്ള ദൈവമക്കൾ വരികയും ശിശുക്കൾ കൈത്താങ്ങാൻ തീരുമാനത്തിനിടയായി. ഈ ഫിലദൽഫിയ സഭ ഓർക്കുമ്പോൾ ഞാൻ ഹൃദയം നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ ഇവിടെയുള്ള ഡിസ്ട്രിക്റ്റുകൾക്കായി സൗത്ത് ആൻഡ് നോർത്ത് ഡിസ്ട്രിക്റ്റുകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ വലിയ കൈത്താങ്ങലും നിങ്ങളുടെ ശിശുക്കളെ ഞാൻ ഒരിക്കലും മറക്കുകയില്ല. നിങ്ങളിൽ അനേകരെ ആ പ്രദേശങ്ങളിൽ വന്ന് ഞങ്ങളോടൊക്കെ ഞങ്ങളുടെ കർഷകങ്ങളിൽ പങ്കുചേരുവാനും ഇടയായി. ഈ മാതൃകത്തിൽ അനേക ദിവസങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ 100 കണക്കിന് സഭകൾ എഴുന്നേറ്റ് വരുവാൻ ദൈവം സഹായിച്ചു. അതിനായി ഞാൻ ദിവസം സ്തോത്രം ചെയ്യുന്നു. ഒരു വേദഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനായി ആർക്കെങ്കിലും ശബ്ദം ഉയർത്തി വായിച്ചാൽ 2 ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ 8-ഉം 9 മുതലുള്ള വാക്യങ്ങൾ ആർക്കെങ്കിലും ശബ്ദം ഉയർത്തി വായിച്ചാൽ. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എന്റെ ജനമായ ഇസ്രായേലിന്മേൽ പ്രഭുവായിരിക്കേണ്ടതിന് ഞാൻ നിന്നെ പുൽപ്പുറത്ത് നിന്നും ആടുകളെ നോക്കി നടക്കുമ്പോൾ തന്നെ എടുത്തു. നീ സഞ്ചരിച്ചു വന്ന എല്ലായിടത്ത് ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്റെ സകല ശത്രുക്കളെയും നിന്റെ മുമ്പിൽ നിന്ന് ഛേദിച്ച് കളഞ്ഞിരിക്കുന്നു. ഭൂമിയിലുള്ള മഹാന്മാരുടെ പേർ പോലെ ഞാൻ നിന്റെ പേരെ വലുതാക്കും. ഞാൻ നിന്റെ ജനമായ ഇസ്രായേലിനെ ഒരു സ്ഥലം കൽപ്പിച്ചു കൊടുക്കുകയും അവർ സ്വന്തം സ്ഥലത്ത് പാർത്ത് അവിടെ നിന്ന് വിളകാതിരിക്കത്തക്കവണ്ണം അവരെ നടുകയും ചെയ്യും. പണ്ടത്തെ പോലെയും എന്റെ ജനമായ ഇസ്രായേലിനെ ഞാൻ ന്യായാധിപന്മാരെ കൽപ്പിച്ചാക്കിയ കാലത്തെ പോലെയും ഇനി ദുഷ്ടന്മാർ അവരെ പീഡിപ്പിക്കുകയില്ല. ഞാൻ നിന്റെ സകല ശത്രുക്കളെയും അടക്കി നിനക്ക് സ്വസ്ഥത നൽകും. അത്രയുമല്ല, യഹോവ നിനക്കൊരു ഗ്രഹം ഉണ്ടാക്കുമെന്ന് യഹോവ നിന്നോട് അറിയിക്കുന്നു. നമ്മുടെ ദൈവം പുൽപ്പുറത്ത് നിന്നും എടുക്കുവാൻ ശക്തനായ ദൈവമാണ്. ദാവീദിനെ നോക്കുകയാണെങ്കിൽ തന്റെ സഹോദരന്മാരിൽ ഏറ്റവും ചിലനായി
അവന് ദൈവം കാണുവാനിടയായി. അവരുടെ സഹോദരന്മാർ ഏറ്റവും ശക്തിശാലികളായിരുന്നു. അവർ വളരെ ആരോഗ്യവാന്മാരായിരുന്നു. എന്നാൽ ആ പന്തിഭോജനത്തിൽ ശമൂവേൽ വിളിച്ചു കൂട്ടിയതായ ആ പന്തിഭോജനത്തിൽ അവരുടെ സഹോദരന്മാരുള്ളപ്പോൾ തന്നെ മറന്നപ്പോൾ നമുക്ക് തന്നെ മറക്കാത്ത ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഒന്ന് ഉറക്കെ സ്തോത്രം ചെയ്യാം. പലപ്പോഴും പലരും നമ്മെ മറന്നാലും മറക്കാത്ത ദൈവത്തിനായി ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യും. ഇവിടെ പറയുന്നത്, ഞാൻ നിന്നെ പുൽപ്പുറത്ത് നിന്നും ആടുകളെ നോക്കി നടക്കുമ്പോൾ തന്നെ എടുത്തു. നമ്മുടെ ദൈവം നമ്മെ എടുക്കുന്ന ദൈവമാണ്. നാം ഇരിക്കുന്ന സ്ഥലം അവൻ അറിയുവാൻ കഴിയും. ഒരു ദൈവം ഒരുവരെ എടുത്താൽ അവന് ആകമാന രൂപാന്തരം വരുമെന്ന് വിശ്വസിക്കുന്നവർ എന്നോട് അത് ദൈവത്തോട് തുതിച്ചാട്ടെ. ദൈവം എടുത്തു. മനുഷ്യർ എടുത്താൽ അവന്റെ കരം എത്രമാത്രം ഉയർന്നിരിക്കുന്നോ അത്രമാത്രം അവനെ പൊക്കാൻ കഴിയത്തുള്ളൂ. എന്റെ ദൈവത്തിന്റെ കരമോ യഹോവയുടെ വലങ്കരം ഉയർന്നിരിക്കുന്നു. യഹോവയുടെ വലങ്കൽ വീര്യം പ്രവർത്തിക്കുന്നു. ദൈവം ഒരു മനുഷ്യനെ കരങ്ങളിൽ എടുത്താൽ അല്പമായിട്ടല്ല, അവന്റെ കരം എത്രമാത്രം ഉയർന്നിരിക്കുന്നോ അത്രമാത്രം ഉയർത്തുന്ന ദൈവത്തിനായി സ്തോത്രം ചെയ്യുക. ഉയർത്തുന്ന ദൈവം, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർക്കുന്ന ദൈവത്തിനായി സ്തോത്രം ചെയ്യാൻ കഴിയുക. ബലമുള്ള കൈക്കിരിയിൽ താണിരിക്കുക. അവൻ തൽസമയത്ത് നമ്മെ ഉയർത്തുവാൻ കഴിയുന്ന ദൈവമാണ്. പലപ്പോഴും നമുക്ക് ചിന്തിക്കാറുണ്ട്, കർത്താവേ എനിക്ക് വേണ്ടവണ്ണം ശുശ്രൂഷിപ്പാൻ കഴിയുന്നില്ലല്ലോ, വേണ്ടവണ്ണം പാടുവാൻ കഴിയുന്നില്ലല്ലോ, വേണ്ടവണ്ണം പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ലല്ലോ. ഞാൻ നിങ്ങളോട് രഹസ്യം പറയട്ടെ, തന്നെ താഴ്ത്തുമ്പോൾ ഉയർത്തുന്ന സമയത്ത് ദൈവം വിശ്വസിക്കുന്നവരൊക്കെ സ്തോത്രം ചെയ്താട്ടെ. ഉയർത്തുന്ന ഒരു ദൈവത്തിനായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യാണ്. ഇവിടെ പറയുന്നത്, ഞാൻ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ എടുത്തു. സ്തോത്രം. അവൻ നമ്മെ എടുക്കുന്ന ദൈവം. ഇതിലേക്ക് 100 വർഷങ്ങൾക്ക് മുമ്പ് ഫിന്നിയെ ദൈവം എടുക്കുവാനിടയായി. വലയിലകപ്പെടും, വാളെടുക്കുന്നവർ വാളാൽ കൊല്ലപ്പെടും. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു സന്ദർഭത്തിൽ ഞാൻ 10 പേരെ അർപ്പിക്കുന്ന വേളയിൽ ഒരു വലിയ മനുഷ്യന്റെ പ്രാർത്ഥന ഇരിക്കുകയാണ്. ഒരു മനുഷ്യൻ വലിയൊരു കൊടുവാൾ കൊണ്ടുവന്നു തലകുനിയിരിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഒരൊറ്റ വെട്ടലിന് പെടലിക്കുക. എന്നാൽ നിങ്ങളോട് പറയട്ടെ, ഒറ്റ പെടലിക്കൊണ്ടില്ല, വാൾ ധരിച്ച് ദൂരെ പോയി. ഞാൻ രക്ഷപ്പെട്ടു. 6 മാസത്തിനുള്ളിൽ എന്നെ കൊടുവാൾ വെട്ടിയ മനുഷ്യൻ രക്ഷിക്കപ്പെട്ട് എന്റെ കൈ സ്ഥാനപ്പെടുവാൻ എന്റെ സകല ശബ്ദങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ദൈവത്തിനായി ഒരു സ്തോത്രം ചെയ്യാം. ഒരു സന്ദർഭത്തിൽ വലിയ ചെക്കാണ്, ഗ്ലാസ് ചെക്കാണ്. മീറ്റിംഗ് നടത്തി ഷിക്കാഗോ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഏകദേശം 45 ചെറുപ്പക്കാർ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ദൈവകൃപയിലായി. അവിടുള്ള നാട്ടുകാർ ബഹളമുണ്ടായി. അവരുടെ പീർവാവയുടെ സ്ഥലം ഞങ്ങൾ തല്ലിപ്പൊളിച്ചു. എന്നാൽ ഞങ്ങളോട് പറയട്ടെ, നാട്ടുകാരിടയിൽ ഒരു മനുഷ്യൻ ഒരു ബോട്ടി വന്ന് ഗ്ലാസ് ചെക്ക് നിറച്ചു വെള്ളമാണ് എന്റെ തലക്കിട്ടടിച്ചു. എന്നാൽ ചെക്കന്റെ തല കൊണ്ടില്ല, തെറിച്ച് ദൂരെ വീണു. വെള്ളം വേണമെങ്കിലും ദൈവം എന്നെ രക്ഷപ്പെടുത്തി. ആ മനുഷ്യനും കൃപയാൽ പിൽക്കാലങ്ങളിൽ രക്ഷിക്കപ്പെട്ട് നമ്മുടെ സഭയിലായി തീരുമാനങ്ങളായി. ശത്രുക്കളെ ഒതുക്കുന്ന ദൈവത്തിനായി ഒരു ഉറക്ക സ്തോത്രം ചെയ്യാമോ? നിന്റെ ശത്രു നിനക്കെതിരെ എത്ര ആയുധം ഒരുങ്ങിയാലും ശത്രു ഒരു ആയുധം നിനക്കെതിരെ ഫലിക്കയില്ല. വിശ്വസിക്കാതെ ഉറക്ക സ്തോത്രം ചെയ്യാം. ദൈവം അവരുടെ പേർ വലുതാക്കിയാൽ എത്രമാത്രം വലുതാക്കാൻ കഴിയുമോ അത്രമാത്രം വലുതാക്കുവാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഉറക്കെ സ്തോത്രം ചെയ്താട്ടെ. നിന്റെ പേര് ഇന്ന് നിനക്ക് അഡ്രസ്സിലെന്ന് വന്നേക്കാം, നിന്നെ ആരും മാനിക്കുന്നതെന്ന് വന്നേക്കാം, ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് തരുമ്പോൾ ആരെന്ന് വന്നേക്കാം, നിന്നെ ഓർക്കുന്നവർ ആരെന്ന് വന്നേക്കാം. നിന്നെ ഓർക്കും, നിന്നെ ഓർക്കും, നിന്നെ മാനിക്കും. നിന്റെ പേര് ഞാൻ കഴിഞ്ഞ വർഷങ്ങളിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ പഞ്ചാബിൽ പ്രവർത്തിക്കുവാൻ എനിക്ക് അവസരം തന്നു. കർത്താവേ നീ എനിക്ക് ഹിമാചലിൽ പ്രവർത്തിക്കുവാൻ എനിക്ക് അവസരം തന്നു. ഇതെല്ലാം നിന്റെ കൃപയാണ്. നീ എനിക്കൊരു അവസരം തന്നാൽ ഇന്ത്യയുടെ 29 സ്റ്റേറ്റിലും ഓടി നടന്ന് ഒരു അന്ത്യകാല ശുശ്രൂഷ ചെയ്യുവാൻ
എന്നെ സഹായിക്കും. പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിനായി സ്തോത്രം. പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിനായി സ്തോത്രം. ആഗ്രഹത്തെ ആഗ്രഹത്തെ സാധിക്കുന്നത് അവരുടെ താല്പര്യോടിരിക്കും. നിങ്ങളുടെ വലിയ പ്രാർത്ഥനയാൽ ദൈവത്തിനായ ആ ഉന്നതമായ പദ്ധതികൾക്കായി ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ പറയാൻ ഞാൻ ഹിമാലയൻ സ്റ്റേറ്റിന്റെ ചുമതല വഹിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ദൈവത്തിനായ ഉന്നത സ്ഥാനം മുഖാന്തരം സ്ഥാനം വിട്ടിട്ട് ഇത് IPC ജനറൽ പ്രസിഡന്റായി സേവനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ദൈവമക്കളെ കാലുകഴിയുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ വരെ താമസിക്കുന്നതിന് വേണ്ടി കുമ്മനാട്ട് 40 ദിവസം ഉപവാസ പ്രാർത്ഥന നടത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യം കുമ്മനാടാണ്, പിന്നെ കേരളത്തിലെ 3 മേഖലയാണ്, പിന്നെ ഇന്ത്യയുടെ 29 സ്റ്റേറ്റും. ഉണർവ് ഉണ്ടാകുന്ന വിശ്വസിക്കുന്നവർ ഒന്ന് ഓർക്കാൻ സ്തോത്രം ചെയ്യുക. ഇന്നലെ വൈകിട്ട് ഞാൻ അല്പത്തിന് എനിക്ക് ലഭിച്ചു. തിരുവല്ല ചച്ചക്കോടിന്റെ സ്റ്റേറ്റ് കൺവെൻഷനിൽ അതിനുശേഷം എന്നോട് അവിടുത്തെ ഓഫീസിൽ മറ്റുള്ള കർത്താസന്മാർ പറഞ്ഞു, കുമ്മനാട് ഉപവാസ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങളുടെ സഭയും സംബന്ധിക്കാമെന്ന്. IPCക്കാർക്ക് വേണ്ടിയല്ല, പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിന് വേണ്ടിയല്ല, ക്രൈസ്തവ സഭയെ ഉണർത്തുന്ന ദിനങ്ങളെ ക്രൈസ്തവ സഭ മാത്രമല്ല, നാമതേ ആരാധന പൊട്ടി പറന്ന് പൊട്ടി തകർന്ന് ദൈവഭാഗത്ത് വരുന്ന ദിനങ്ങളെയൊക്കെ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. കോടാനുകോടി ആത്മാക്കൾ ദൈവത്തെ ആരാധിക്കുന്നതിനൊക്കെ സ്തോത്രം. തുടർന്ന് 4 ആരാധനയിൽ ഞാൻ സംബന്ധിക്കേണ്ടിയിരിക്കുന്നു. കോട്ടയത്തുള്ള പേരുള്ള പാസ്റ്ററും സഭയുള്ള വിശുദ്ധന്മാർക്കും നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഹിമാലയന്റെ പ്രവർത്തനത്തിന് വേണ്ടി മാർച്ച് മാസം 30, 31, ഏപ്രിൽ 1 ഞങ്ങളുടെ സ്റ്റേറ്റ് കൺവെൻഷനാണ്. ആ സ്റ്റേറ്റ് കൺവെൻഷനിൽ നിങ്ങൾ വരുവിൻ. പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുപ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ 10 ദിവസം ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ സാംസാർ മുന്നോട്ട് യേശു നാമത്തിൽ തന്നെ.